എനിക്ക് നല്ല വിശപ്പുണ്ടോ? എനിക്കൊരു നിന്നെയൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് ഇവിടെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരിക്കണം. എന്നിട്ട് നീയൊക്കെ എവിടെ ഇരുന്നു? നീയൊക്കെ പഠിക്കണേ പഠിച്ചാ പോലെ, ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് ഓ വരാനേ നന്നായുള്ളൂ. ആ ലിംഗം സാറിന്റെ ക്ലാസ് ആയിരുന്നു. അതാണല്ലോ. നീ ഇന്ന് വന്നായിരുന്നെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കുറെ നാളെ നിന്റെ പെൺകുട്ടി ആ പെൺകുട്ടി നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാ. നമ്മുടെ ക്ലാസ്സിലോ? പറയൂല. എന്തിനാണ് ഇവിടെ അടുത്തൊക്കെ ചോദിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ കണ്ടുപിടിക്കുന്ന അടിപൊളി വഴി എന്റെ കയ്യിലുണ്ട്. ഓ പിന്നെ നിന്നെയൊക്കെ എനിക്ക് ശരിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ എന്നെ ശരിക്കറിയാം. എന്തെങ്കിലും കാര്യമില്ലാണ്ട് നീ ഒന്നും എനിക്ക് ഒഴിച്ചു തരില്ല. ഇവനെ കണ്ട ഈ ഓറഞ്ച് ഇട്ടേ ഇവനോട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏതോ ഒരു പെണ്ണിന് ഭയങ്കര പ്രേമം. എടാ പോർക്കുമോറ, പ്രേമമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ വികാരമാണ് പ്രേമം. നിന്റെ കല്യാണം പ്രേമൊക്കെ ഞാൻ നടത്തി തരടാ. പ്രായമായിട്ടില്ല. ഈ കോത്തായിട്ട് ഡയലോഗ് ഇട്ടിട്ട് ഞാൻ ഈ പരിപാടി പ്രായമായില്ലോ കോപ്പായിട്ടൊക്കെ പ്രായമായില്ലേ? എടാ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഉമ്മാന്ന് പറഞ്ഞ കൊച്ചുണ്ടായിടാ. എടാ ഉമ്മ എന്റെ കൂടെ 10ാം ക്ലാസ്സിലുണ്ടായി ഉമ്മ. അവരോട് ചോദിച്ചിട്ട് വെള്ളം ഇല്ലടാ. ചേട്ടാ ആകെ പ്രശ്നം അടി മാത്രമേ നടക്കുള്ളൂ. ഒരു ഐഡിയ ആകെ വിഷമം. ഇയാൾക്കൊരു ഉമ്മ ഉമ്മ മനസ്സിൽ കണ്ട ഉമ്മേനെ വിട്. തേണ്ടിക്കൊണ്ടിരുന്നു. എല്ലാരും മാറിക്കണം. പുറത്തോട്ട് വരും. ഇല്ലാത്ത കാശുണ്ടാക്കി അയാൾ അണ്ണാക്കിട്ട് കുറെ കള്ളുവരി തള്ളിപ്പ് കിട്ടിയ അടി കിട്ടിയ കാശൊത്ത് കടിക്കാൻ പട്ടിന് വാങ്ങിയ പോലെ. ഞാൻ ഇങ്ങനെ ഇവന്റെ ആശാനാന്നാ പറഞ്ഞത്. അപ്പൊ ഇത്ര പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇവന്റെ അച്ഛനാന്ന് പറഞ്ഞേ വന്നത്. ഇവന്റെ ആശാനാന്ന് പറഞ്ഞ ഈ പരിസരത്തേക്ക് പോലും ഞാൻ എടുക്കൂലേ. ഇവന്റെ മോന്താവണം വേണ്ടല്ലോ. ഇവന്റെ മോന്താവണം വേണ്ടല്ലോ. എനിക്ക് പൊളിയുണ്ട്. അയാൾക്ക് താടി നിറച്ചിട്ടേ അയാൾക്ക് പ്രായമായിട്ടില്ലാന്ന്. പറഞ്ഞിട്ട് പോയാ നിന്റെ പ്രേമം കണ്ടുപിടിക്കാം ഒറ്റ വഴിയുള്ളൂ. എടാ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പെൺപിള്ളേരുടെ എല്ലാവരുടെയും കണ്ണൊന്നും ശ്രദ്ധിച്ചാൽ തരാവുന്ന പ്രശ്നം ഇപ്പൊ നിനക്കുള്ളൂ. എങ്ങനെ? എടാ നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിലേക്ക് നീ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവളുടെ കണ്ണുകളിൽ നിന്നോടുള്ള പ്രണയം തുളുമ്പുന്നതായി നിനക്ക് കാണാൻ പറ്റും. അവളുടെ ചുണ്ടുകളിൽ നിന്നോടുള്ള എന്തോ പറയാൻ വേണ്ടി അത് അലയടിക്കുന്നത് നിനക്ക് തോന്നുമടാ. ഇതെന്താ നാടകോ? എന്തായാലും കുഞ്ഞൻ പറഞ്ഞല്ല, നമുക്കൊന്ന് പോയി നോക്കാം. അല്ല കുഴപ്പമില്ല. അതെന്താന്നറിയോ, കുഞ്ഞൻ പറഞ്ഞ സ്ഥിതി നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എടാ അതുകൊണ്ട് പറഞ്ഞല്ല. ഇത് നോക്കിയേ ആശാനെ. ഉമ്മല്ല വാപ്പ പോയി ചാവാം. മഞ്ജു വരുന്നുണ്ട്. എടാ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം. ഇച്ചിരി ആൾക്ക് കൂടുതലാണ്. മഞ്ജു എങ്ങോടാ? ക്ലാസ്സിലേക്ക്. പൊക്കോ പോയി പഠിക്ക്. എന്നെ കണ്ടിട്ട് ഒരു വികാരം പോലും ഇല്ല അവൾക്ക്. വെയിറ്റിടാ. എങ്ങോടാ? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിലേക്ക്. ഇവളോ? ഞാനും ക്ലാസ്സിലേക്കാ. പോകോ. ഇവന്മാർക്കെന്താ വട്ടായോ? പോയി പഠിക്കട്ടെ. ഇനിയിപ്പോ ആരുമില്ലല്ലോ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ആരായിരിക്കും? അതിനെനിക്ക് വേണ്ട. കുഞ്ഞൻ നോക്കോ. നീ തുള്ളി പോടാ.
ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தார். ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം തിരക്കിലായിരുന്നു. പിന്നെ തിരക്കും നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയുന്നത് പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടിയില്ല. എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. തവളെ? നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങാൻ നോക്കാം. നീയാണ് അവനെ വഷളാക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ ഇത്? നാട്ടുകാർ സമ്മാനോ അതോ വീട്ടുകാർ സമ്മാനം? താലിക്കുള്ളവിടെ ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ എങ്ങാനും കേട്ട പിന്നെ പടം ഞാൻ ചോദിക്കേണ്ടി വരും. നീ കോൺസറിങ് കണ്ട? കാണണ്ടേ? ഇംഗ്ലീഷോട് അടിപൊളി പടം. ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോടും. സമയം എത്രയാടാ? ഉച്ചര. എന്ത് ഷോക്കാടാ? എന്ത് ഉച്ചര? പ്ലാൻ എന്താടാ? പ്ലാനെല്ലാം പാളിടാ. പ്ലാൻ പൊളിഞ്ഞ? ആ എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ നിനക്ക് ശരിക്കും അതോ ആ ഓറാക്കിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാനെങ്കിൽ പറ. എന്തായാലും മെടുക്കനാണ്. എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ടോട്ടു ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരം അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും. സൂക്ഷിച്ചു വെക്കാം. വരുന്നുണ്ട്. ഇതെല്ലാം നടക്കും. കൊറേ നേരമായല്ലോ, അവർ കാണാനില്ലല്ലോ. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ. എന്താ കാണിക്കുന്നത്? കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടോ. അറിയാൻ പാടില്ല.
ഇത് ചായ കാപ്പിയ അല്ലടാ ചാപ്പി ചാപ്പിയ നമ്മൾക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല നമുക്ക് വേറെ ലെവലാണ്. മതി മതി നിന്റെ പീസ് വരാനുള്ള പരിപാടിയാണല്ലേ. നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ? ആ അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 ഉണ്ട്. അതിന് നമ്മൾക്ക് കല്യാണം കഴിച്ചാ ഫ്രഷാ ആണോ? അല്ലേ എന്തായി പ്ലാൻ ബി പൊട്ടില്ലായിരിക്കും അല്ലേ? ഇടുക്കട സാധനം പ്ലാൻ ബി പണ്ടം വരെ പുറത്തു പ്ലാൻ ബി പ്ലാൻ ബാലസുധ. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നണ. ഒരു കടിക്ക് 2 പക്ഷി. എടാ നാളെ രാവിലെ സിനിമ. പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റെഡി? കുറച്ച് പേഴ്സണലാ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ. നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ ഇപ്പൊ എന്താ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? നീ വിട്. നീ പെൺകുട്ടിയാരാന്ന് പറ. ഓ ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന ടീന നിക്ക് പ്ലീസ്. നീ പറഞ്ഞിട്ട് പോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗ കല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു സ്റ്റാൻഡ് അപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഇതിലെ മലയാളം ശരിയല്ല. അല്ലല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട.
അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു നിന്റെ അച്ഛനെ തല്ല കളിയല്ലേ? എന്താണ് എന്തടി ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാമെന്ന് ടീന തീരുമാനായില്ലേ? നമുക്ക് പോവാം. ഞാൻ ആരാണെന്നാടാ നീ വിചാരിച്ചത്? ചോണയുണ്ടെങ്കിൽ ഇവിടെ വാടാ. സുന്ദരിയായ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേൾഡ് വൈഡ് 100 ബോയ് ഫ്രണ്ട്സ് ഉള്ളവളാടാ ഞാൻ. അമേരിക്കയിൽ വെച്ചുകൂടെ എന്നെ തൊട്ടിട്ടില്ലടാ ഒരുത്തനും. പിന്നെയാ ഈ ചീള് കേസ്. എന്താ നീ പറഞ്ഞത്? ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മനസ്സിലാക്കുന്ന ഭാഷയിൽ സംസാരിക്കണം, അല്ലാതെ വെറും പട്ടികളെ പോലെ സംസാരിക്കരുത്. നിന്നെയൊക്കെ തൊട്ടാളാണല്ലോ ഇവിടെയൊക്കെ ചോദിക്കാനും പറയാനും ആളുള്ളത്. എടി, ഇങ്ങനെയാണോ നൂഡിൽസ് ഉണ്ടാക്കുന്നത്? നൂഡിൽസോ? അതിന് ഇത് ഉപ്പുമാവല്ലേ? ഉപ്പുമാവോ? അപ്പൊ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? കൺഫ്യൂഷൻ. ഉപ്പുമാവ് നൂഡിൽസ് എന്ന് പറയണു, നൂഡിൽസിന് ഉപ്പുമാവ് എന്ന് പറയണു. ഇവിടെ എല്ലാം വിചിത്രമായിരിക്കുന്നു. അതിരിക്കട്ടെ, ഇവിടെ ആരാ ആൻമേരി? ഞാനാ. എന്താ? നിങ്ങളുടെ ഫാദർ പറഞ്ഞ ദ ഇന്റർനാഷണൽ കുക്ക്. ഇതായിരുന്നോ ഉപ്പുമാവ് നൂഡിൽസും തമ്മിൽ തിരിച്ചറിയാത്തൊരു സാധനം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു സാധാരണ കുക്കല്ല. അപ്പൊ ഈ അസാധാരണ കുക്കിന്റെ പേരെന്താ? എന്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്കിട്ട പേര്. അതെ അതെ, എന്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര്. കോണൊന്നിടാത്തത് ഭാഗ്യം. എനിക്കിഷ്ടായി കാണണം. പിന്നെ അമേരിക്കയിലൊക്കെ പോയി സ്വന്തം ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ പേര് ഗ്ലോറിയാന്ന് ചുരുക്കി. ഗ്ലോറിയയുടെ നാട് എവിടെയാ? തൃശ്ശൂരിലെ കോടാലി. കോടാലിയോ? ഇത് മിക്കവാറും കോടാലിയാവും. എന്തെങ്കിലും ഒഴിഞ്ഞോ? അത് പിന്നെ വേർ ഈസ് മൈ അക്കോമഡേഷൻ? എനിക്ക് ഇന്ന് തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. മാറണടി. എവിടെയാണ് AC റൂം? കിട്ടിയടി നിന്റെ അച്ഛനെ ഈ ഫ്രാക്ക് ഇട്ട ചൈനീസ് ഡോളിന്. എന്റെ ഉപ്പ പോയി. പാതിരാത്രിയാണോ ഫേസ് പാക്കിട്ട് പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കണേ? പാതിരാത്രി ആയാലും ഞാൻ എന്റെ ഗ്ലാമറിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതാണ് എന്റെ രീതി. ഫസ്റ്റ് ഷോട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോ റിയലി ഇൻട്രസ്റ്റിംഗ്. സോഫിയ, എന്താ സാധനം ഇത്? അയ്യോ വരുന്നു. എന്റെ സൗന്ദര്യം നിന്ന് പേടിക്കാതിരിക്കും. Oh my God. ഞാനിവിടുത്തെ കെയർ ടേക്കറാ മീനാക്ഷി. ചാക്കോ സാർ എന്നെ മീനു എന്നാ വിളിക്കുന്നത്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഡാങ്കിനി അമ്മൂമ്മയാന്ന്. അത് പേടിക്കണ്ടി തടിച്ച്. ഓ, നിങ്ങൾ സിനിമ പിടുത്തക്കാരാണല്ലേ?
അയ്യോ ഹൗസ് ഓണർ ചാക്കോ സാറ് പറഞ്ഞിരുന്നു. അതെ സാറിന് സിനിമ എന്ന് പറഞ്ഞാ ജീവനാ. ഈ വീട് സിനിമ പിടിക്കാൻ തന്നതേ അതുകൊണ്ടാ. നിങ്ങൾക്കറിയോ പുള്ളിക്കാരൻ വലിയ നടനല്ലേ, സർവകലാവല്ലഭൻ. പിന്നെ നിങ്ങളുടെ സിനിമയിലൊരു വേഷം എനിക്കൂടെ തരുമോ? കാണുന്നത് പോലെയൊന്നും അല്ല, ഏത് പോസിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാം. ശൃംഗാരം, വീരം, ചൂരം, പരാക്രമം, പ്രേമം. അഭിനയിക്കാൻ അറിയാവുന്നവരൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. ആലുവ പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത്. ഇവിടെ അല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അല്ല അല്ല അവിടെ. സ്റ്റാർട്ട് ദ മ്യൂസിക്. तुझी से बड़ी है मस्त मस्त, तुझी से बड़ी है मस्त, तुझी से बड़ी है मस्त. എന്ത് ഒരു ആനന്ദം. വെടുക്കുമായിരുന്നോ? അപ്പവും മുട്ടയും വേണോ അതോ മുട്ടയും അപ്പവും വേണോ? ആന മുട്ട കിട്ടോ? അത് നീ ഇടേണ്ടി വരും. അയ്യോ എന്റെ ജാക്കറ്റ്. അഭിനയിക്കാൻ അറിയുന്നവര് ആർക്കും വേണ്ട, അതല്ലേ പറയാ വന്ന. നിന്നെ ഞങ്ങൾക്കും വേണ്ട. തല്ലേ ക്യാമറ കൈകാര്യം ചെയ്യുന്നവര് ഇതുപോലെയുള്ള സാധനങ്ങള് എപ്പോഴും സ്റ്റോക്ക് വെക്കും. വേറെ ഒരു സാധനം ഉണ്ട്, കേൾക്കണോ? കടകളിൽ ചോക്ലേറ്റ് വിൽക്കുന്നത് പോലെ വിൽക്കാം, പക്ഷെ കോണ്ടം കേൾക്കുമ്പോ അലർജി. വെരി ബാഡ് സൊസൈറ്റിയാ. ഇത് കൊള്ളാം. മേക്കപ്പ് ഇല്ലാണ്ട് തന്നെ ഈ മുഖത്ത് ശൃംഗാരം, വീരം, ധീരം എല്ലാം ഉണ്ടല്ലോ. എന്റെ അടുത്ത പടത്തില് മീനാക്ഷിയാണ് ഹീറോയിൻ. തേനീച്ച കൊത്തിയ തേനി തള്ള. ആ വേഷം നിന്റെ അമ്മക്ക് കൊണ്ട് കൊടുത്താ മതി. തടിച്ച് പണ്ടാറം എല്ലാം കൂടെ ഞാൻ തീർക്കും. കാട്ടുകിളവി. എന്താ ഇത്? ഇതറിഞ്ഞൂടെ ജെട്ടി? ഗ്ലോറിയ, സത്യം പറഞ്ഞോ, ആരാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ? എനിക്ക് നാണായിരിക്കണോ? ഇത് എന്റെ ബോയ് ഫ്രണ്ടിന്റെയാ. ധൃതിയിലെടുക്കാൻ മറന്നുപോയതാ. ഡീറ്റെയിൽ ആയിട്ട് പറ. ഞങ്ങൾ പോയതിനു ശേഷം പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ പോയെന്ന് രാത്രി പ്രേമത്തിന്റെ കിലികിലാ ശബ്ദത്തിൽ ആ മഴ പെയ്തിറങ്ങി. സ്പെഷ്യൽ എഫക്റ്റിനായി നല്ല ഇടിയും മിന്നലും. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് റൊമാൻറ്റിക് മൂഡിലായി. എന്തൊക്കെ പറഞ്ഞാലും
ഞാനും ഒരു കല്യാണം കഴിയാത്ത കണ്ണി പെണ്ണല്ലേ. എനിക്കുമല്ലേ ലേഡീസ് വികാര വിചാരങ്ങൾ. ഒരു 11 മണി കാണും, ആരോ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ അങ്ങനെ ഭയന്നു പോയി. പിന്നെ ആ ഭയത്തോടെ ഞാൻ മെല്ലെ പോയി വാതിൽ തുറന്നു. അതുപോലെ ഞാൻ വെറുതെ ഇരിക്കോ? ഞാനും അങ്ങനെ നയൻതാറ പോലെ പോസ് കൊടുത്ത് നിന്നോ. ആദ്യം ഞങ്ങള് സോഫയിലിരുന്ന് അങ്ങനെ പോറടി മാറ്റി. പിന്നെ പതുക്കെ 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 കൂടുതൽ വിസ്തരിക്കണ്ട. ജോലി വല്ല ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ഇനി എന്നാ നിങ്ങക്ക് ഷൂട്ടിങ്? നാളെ തന്നെ. നാളെ തന്നെയാണോ? ഇതിനെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യണം. എന്താ ചേട്ടാ, ഞാൻ കുളിച്ചോണ്ടിരിക്ക. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. നോക്കൂ നോക്കൂ ഡാർലിംഗ്, അവരൊക്കെ ഇനി ഷൂട്ടിംഗ് പോയിട്ടില്ല. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. ഓക്കെ? ഉമ്മ വെച്ച് കളിക്കാം. ഉമ്മയല്ല, ഉപ്പുമ ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേഷിക്കുന്നു, എന്തെങ്കിലും വേഗം ഉണ്ടാക്ക്. നോക്കേ, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, സ്പെഷ്യൽ ഐറ്റം വേണമെങ്കിൽ നേരത്തെ തന്നെ ഒരാഴ്ചക്ക് മുമ്പേ ട്വിറ്ററിൽ മെസ്സേജ് ചെയ്യണമെന്നാണ്. ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇതൊന്നും ബേക്കറി അല്ല. അയ്യോ, സ്പെഷ്യൽ ഒന്നും വേണ്ട. തൽക്കാലം വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും. ഈ വയറ് നിറയ്ക്കാനെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല, തൽക്കാലം വയറ് നിറയ്ക്കാനുള്ളത് ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ചൂടാക്കി കഴിച്ചാ മതി. നോക്കേ, ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഇറ്റാലിയൻ എഗ് ഗുലാഫി എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിന്നെ കൊണ്ട് തീറ്റിച്ച് നീ ചത്തില്ലെങ്കിൽ എന്നിട്ട് കൺഫേം ചെയ്ത് ഞാൻ കഴിക്കും. തൽക്കാലം ഒരു ഓംലെറ്റ് ഉണ്ടാക്കി. എന്താടി കാണിക്കുന്നത്? ഈ ഉണ്ടപ്പോത്തിന് ഈ മുട്ട എവിടെ ചെല്ലാം? ഓ, മുട്ട പൊട്ടിക്കുന്ന ഒരു സ്റ്റൈലേ.